അധ്യായം 24. സിദ്ധാർത്ഥ് നായകനോ അതോ? ക്യാബിനിൽ സാമലക്സ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു. യാതൊരു മുൻപരിചയവും ഇല്ലാത്തൊരു പെണ്ണ് വന്നു തന്നോട് അത്രയുമൊക്കെ സംസാരിച്ചിട്ട് സൂര്യയും കൂട്ടിപ്പോയത് അയാൾക്ക് തീരെ രസിച്ചിരുന്നില്ല. ഇത്ര അഹങ്കാരം കാണിക്കാൻ മാത്രം ഈ പെണ്ണ് ആരാണെന്ന് ചിന്തിച്ചു നിൽക്കെയാണ് അവിടേക്ക് അയാളുടെ അസിസ്റ്റന്റ് വരുന്നത്. എന്തു പറ്റി സർ? കയറി വന്ന പാടെ അസിസ്റ്റന്റ് ചോദിച്ചു. സാമലക്സ് അസ്വസ്ഥനായിരുന്നത് കണ്ടതുകൊണ്ടാണ് അയാൾ അത് ചോദിച്ചത്. ചോദ്യം കേട്ട സാം തല ഉയർത്തി നോക്കി. എടോ, ഏതാടോ ആ പെണ്ണ്? അവളെ ആരാ ജോലിക്കെടുത്തത്? കിരണാണോ? സാം അലറിക്കൊണ്ട് ചോദിച്ചു. അല്ല സർ, അത് കമ്പനിയുടെ ഓണർ സിദ്ധാർത്ഥ് സാർ ആണ്, അസിസ്റ്റന്റ് പറഞ്ഞു. ഹോ, വെറുതെയല്ല അവൾക്ക് ഇത്ര അഹങ്കാരം. കിരണിനോട് പറഞ്ഞ് അവളെ ഇവിടെ ഞാൻ പുറത്താക്കുന്നത് താൻ കണ്ടോ? അത് പറഞ്ഞപ്പോൾ സാമിന്റെ മുഖം ദേഷ്യം കൊണ്ട് തുടുത്തിരുന്നു. സർ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഓണർ നേരിട്ടിടപെട്ട സ്ഥിതിക്ക് കിരൺ സാർ എന്ത് ചെയ്യാൻ കഴിയും? അത് കേട്ട് സാമലക്സ് അയാളെ രൂക്ഷമായി നോക്കി. ഇവിടെ മുതലാളി ഒരാളേ ഉള്ളൂ, അത് കിരണാണോ? അയാൾ പറയുന്നതല്ലേ ഇതുവരെ ഇവിടെ നടന്നിട്ടുള്ളൂ. സോ ഇതും നടക്കും. സാം അയാളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞുവെങ്കിലും ആ കാര്യത്തിൽ അയാൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് നോക്കി നിൽക്കെ താൻ തോറ്റുപോയെന്ന് സമ്മതിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. താനിത് എന്താലോചിച്ച് നിൽക്കുവാ? പൊക്കോ, പോയി എനിക്കൊരു സ്ട്രോങ് ടീ കൊണ്ടുപോവാ. സാം പറഞ്ഞു. ശരി സർ. അസിസ്റ്റന്റ് അത്രമാത്രം പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സാമലക്സ് വീണ്ടും കസാരയിലേക്ക് ചാരിയിരുന്നു. അയാളുടെ മനസ്സിൽ അപ്പോഴും സൂര്യ കൈവിട്ടു പോയതിന്റെ വിഷമമായിരുന്നു. അതിനിടയിൽ നീലിമ എങ്ങാനും പരാതിപ്പെട്ടാൽ ഉറപ്പായും ജോലി പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. നീലിമ ക്യാബിനിൽ ഇരുന്ന് സൂര്യയെ നോക്കി. ആ പയ്യൻ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സാം അലക്സിനോട് താൻ സംസാരിക്കുന്നത് കേട്ട് സൂര്യ ആകെ പ്രയാസപ്പെട്ടു കാണുമെന്ന് അവൾക്ക് തോന്നി. അല്ല, നിന്റെ വീട്ടിലെ ചിലവൊക്കെ നീയാണോ നോക്കുന്നേ? അവന്റെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടിയായിരുന്നു അവൾ അങ്ങനെ ചോദിച്ചത്. സൂര്യ അത് കേട്ട് അവളെ നോക്കി. അതെ, പെങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, അസുഖക്കാരിയാ, സൂര്യ പറഞ്ഞു. അവൻ സഹോദരിയെ സ്നേഹിക്കുന്ന ഒരുവനാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം നീലിമ അസുഖത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് അവനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. പിന്നെ നിന്റെ മുടങ്ങിക്കിടക്കുന്ന സാലറി എല്ലാം ഉടനെ കിട്ടും. സാമലക്സ് അത് തന്നില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് പരാതി കൊടുത്തായാലും അത് നിനക്ക് മേടിച്ചു തരും കേട്ടോ, നീലിമ പറഞ്ഞു. അവൾ തന്നോട് വളരെയധികം കരുണ കാണിക്കുന്നത് സൂര്യ അതിശയത്തോടെ നോക്കി നിന്നു. ആ ഓഫീസിൽ ആരും തന്നോട് ഇത്ര അടുപ്പത്തോടെ പെരുമാറിയത് അവന്റെ ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു. എന്താ നീ ആലോചിക്കുന്നേ? നീലിമ ചോദിച്ചു. ഒന്നുമില്ല മാഡം, താങ്ക്സ്, സൂര്യ പറഞ്ഞു. അവൻ ആളുകളോട് അധികം സംസാരിക്കുന്നവനല്ല, പക്ഷെ നീലിമയോട് കുറഞ്ഞ സമയത്തിൽ തന്നെ അവന് വളരെ അടുപ്പം തോന്നി. ഇനിയിപ്പോ നീ ഒന്നും ആലോചിച്ചു കൂട്ടണ്ട, എല്ലാം ശരിയാകും, നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ അപ്പോഴും വിഷാദം നിറഞ്ഞിരിക്കുന്നത് പോലെ നീലിമയ്ക്ക് തോന്നി. അതെ, അപ്പോ നീ ഇന്ന് പോയി റെസ്റ്റ് എടുക്ക്. നാളെ മുതൽ കൃത്യം 10 മണിക്ക് വരണം. പിന്നെ സൂര്യ, മറ്റൊരു കാര്യം, ഇനി അങ്ങോട്ടുള്ള നിന്റെ സകല ഉത്തരവാദിത്തങ്ങളും എനിക്കാണ്. നിന്നെ കേട് ചെയ്യും മാത്രമല്ല, നിന്റെ ഡയറ്റ്, ഹെൽത്ത് എല്ലാം ഞാനാ നോക്കുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യണം കേട്ടോ. ശരി, സൂര്യ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആ സാം ഇനി നിന്നോട് മോശമായി പെരുമാറിയാൽ ഉറപ്പായും എന്നോട് പറയണം. ഇതൊന്നും സഹിക്കേണ്ട കാര്യം നിനക്കില്ല, നീലിമ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ശരി, സൂര്യ പറഞ്ഞു. ശരി, നാളെ കാണാം നമുക്ക്. നീലിമ അവന്റെ നേർക്ക് കൈ നീട്ടി. സൂര്യ ഒന്ന് മടിച്ചു നിന്ന ശേഷം അവൾക്ക് കൈ കൊടുത്തു. അവനതെല്ലാം പുതുമ പോലെ തോന്നി. ഇത്രയും നാൾ സാമലക്സിനെ പോലെയുള്ള ഒരുത്തന്റെ കീഴിൽ ജോലി ചെയ്തപ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നീലിമ വന്നപ്പോൾ നിഷ്പ്രയാസം ഇല്ലാതാവുന്നത് പോലെ അവന് തോന്നി. നീലിമയെ നോക്കി ബഹുമാനത്തോടെ ഒന്ന് പുഞ്ചിരിച്ച ശേഷം സൂര്യ അവിടെ നിന്നും പോയി. രാത്രി അല്പം താമസിച്ചാണ് നീലിമ വീട്ടിൽ തിരികെ എത്തിയത്. ഓഫീസിൽ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് സമയം വൈകിയത് തന്നെ ഓർമ്മ വരുന്നത്. അവൾ സാമലക്സിന്റെ ടീമിനെ കുറിച്ചും എംപ്ലോയീസിന്റെ ഹിസ്റ്ററിയുമെല്ലാം വിശദമായി പഠിക്കുകയായിരുന്നു. അത്രയും സമയം വരുന്ന വഴി അവൾ അശ്വിന് വേണ്ടി ഒരു കേക്കും കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി. അശ്വിൻ സ്കൂളിൽ ചേർന്ന ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ അവനെ സന്തോഷിപ്പിക്കാനായിരുന്നു അത്. നീലിമ ഹാളിൽ ചെന്ന് കയറുമ്പോൾ മല്ലിക അശ്വിന്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു. നീലിമയെ കണ്ട് അശ്വിൻ ഓടി വന്നു. അമ്മ, അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. അച്ചുകുട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? നീലിമ കുഞ്ഞിനെ എടുത്തുയർത്തിക്കൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല അമ്മ, അശ്വിൻ പറഞ്ഞു. അവന്റെ മുഖഭാവത്തിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുവിട്ടത് അത്ര ബോധിച്ചില്ലെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ വിഷയം മാറ്റി പറഞ്ഞു. അച്ഛന് അമ്മ എന്താ കൊണ്ടുവന്നെന്നറിയോ? നീലിമ ചോദിച്ചു. എന്താ? അശ്വിൻ അവളെ നോക്കി ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ കേക്ക് ബോക്സ് ഉള്ള കവർ എടുത്തുകൊണ്ട് വന്ന് അവന് കാണിച്ചു. അശ്വിൻ ഉത്സാഹത്തോടെ അത് വാങ്ങിച്ചു. ഹായ്, കേക്ക്, അശ്വിൻ പറഞ്ഞു. അശ്വിൻ കേക്കും ചോക്ലേറ്റും എല്ലാം എടുത്ത് മല്ലികയുടെ അടുത്തേക്ക് നീങ്ങി. മല്ലിക മുത്തശ്ശി, ഇതൊന്ന് കട്ട് ചെയ്തു തരുമോ? അശ്വിൻ ചോദിച്ചു. അത് കേട്ട് മല്ലിക അവനെ നോക്കി. പിന്നെന്താ അച്ചുകുട്ടാ? മല്ലിക അവന്റെ കവിളിൽ ചുംബിച്ച ശേഷം കേക്ക് മുറിക്കാൻ തുടങ്ങി. കുഞ്ഞെ, ചായ എടുക്കട്ടെ ഞാൻ?
മല്ലിക അതിനിടയിൽ നീലിമയോട് ചോദിച്ചു. ആ, ഇപ്പൊ വേണ്ട മല്ലികാമേ, ഞാനൊന്ന് കുളിക്കട്ടെ. അല്ല, സിദ്ധാർത്ഥ് വന്നില്ലേ? നീലിമ സിദ്ധാർത്ഥിന്റെ കാർ പുറത്ത് കാണാത്തത് കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇന്നിനി വരോന്ന് ആർക്കറിയാം, നല്ല തിരക്കാണെന്ന് പറഞ്ഞിരുന്നു, മല്ലിക പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് എന്തോ വിഷമം തോന്നി. ഇയാള് വീട്ടിലേക്ക് വരില്ലേ, എന്നോട് കൂടെ ഒന്ന് പറഞ്ഞൂടെ? നീലിമ ചിന്തിച്ചു. അല്ല, കുഞ്ഞെന്താ ആലോചിക്കുന്നേ? മല്ലിക അവളെ നോക്കി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മല്ലികാമേ. നീലിമ വേഗം അവിടെ നിന്നും മുറിയിലേക്ക് പോയി. അവൾക്ക് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മല്ലികയ്ക്ക് ഒരു ചിരി വിരിഞ്ഞു. അശ്വിൻ അപ്പോഴും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് നീലിമ ഹാളിലേക്ക് ഇറങ്ങി വന്നു. അവൾക്ക് സത്യത്തിൽ സിദ്ധാർത്ഥിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് അറിയാതെ അവൾ കുഴങ്ങി. സിദ്ധാർത്ഥ് അന്ന് വരില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മല്ലിക ഒരു കപ്പ് ചായയുമായി അവിടേക്ക് വന്നു. അല്ല, കുഞ്ഞെന്താ വല്ലാതിരിക്കുന്നേ? ജോലി ഇഷ്ടായില്ലേ? മല്ലിക ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മല്ലികാമ്മ, ജോലിയൊക്കെ അടിപൊളിയാണോ? മോള് ചായ കുടിക്കുക, മല്ലിക സ്നേഹത്തോടെ പറഞ്ഞു. അവർക്കരികിൽ ഇരുന്ന് അപ്പോഴും കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു അശ്വിൻ. അവന് മധുര പലഹാരങ്ങളോട് വലിയ ഇഷ്ടമാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നീലിമ അവന് വേണ്ടി അതൊക്കെ വാങ്ങിയതും. നീലിമ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ മല്ലിക ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് തിരികെ പോയി. നീലിമ സിദ്ധാർത്ഥിനെ പ്രതീക്ഷിച്ചതെന്ന പോലെ ഇടയ്ക്കിടെ വരാന്തയിലേക്ക് നോക്കി. സമയം ഒരുപാട് കടന്നുപോയി. സിദ്ധാർത്ഥ് മടങ്ങി വന്നില്ല. ഹാളിലിരുന്ന് അവൾ എപ്പോഴോ മയങ്ങിപ്പോയി. ഓഫീസിൽ പലവിധ തിരക്കിൽ കുടുങ്ങിയതുകൊണ്ട് സിദ്ധാർത്ഥ് വീട്ടിലെത്താൻ വല്ലാതെ വൈകിയിരുന്നു. അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹാളിൽ നീലിമ ചാഞ്ഞു കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അവളുടെ മുടിയിഴകൾ കാറ്റിലിളകുന്നുണ്ട്. അവളെ അങ്ങനെ നോക്കി നിൽക്കെ അവൾക്ക് ഇതുവരെ തോന്നാത്ത അത്രയും സൗന്ദര്യമുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി. നീലിമ ഇടയിൽ എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ അടുത്ത് തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടു. എപ്പോഴാ വന്നേ? നീലിമ ചോദിച്ചു. പ്രതീക്ഷിക്കാതെ മുന്നിൽ അവനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, പുതിയ ജോലി എങ്ങനെയുണ്ട്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഒരു കാര്യവും അത്ര കരുതലോടെ ചോദിക്കാത്ത സിദ്ധാർത്ഥ് പെട്ടെന്ന് അവനെ ചോദിച്ചപ്പോൾ നീലിമയ്ക്ക് അതിശയം തോന്നി. കുഴപ്പമില്ല, നല്ല ജോലിയാ, അവള് പറഞ്ഞു. അപ്പോൾ മല്ലിക അവിടേക്ക് വന്നു. ഹാ, സിദ്ധുക്കുഞ്ഞു വന്നോ? ഞാനൊന്ന് കഴിക്കാനെടുക്കാം, മല്ലിക പറഞ്ഞു. അല്ല, അച്ഛ എവിടെ മല്ലികാമേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇത്ര നേരം കളിക്കുമായിരുന്നു, ഇപ്പൊ ഉറങ്ങി, സിദ്ധാർത്ഥിന്റെ കരുതൽ കണ്ട് അത്ഭുതത്തോടെ മല്ലിക പറഞ്ഞു. ഇത് അവന് വേണ്ടി ഞാൻ വാങ്ങിയതാ, സിദ്ധാർത്ഥ് ഒരു പാക്കറ്റ് നീലിമയ്ക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അമ്പരപ്പോടെ മല്ലികയെ നോക്കി. ശേഷം പാക്കറ്റ് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും വാങ്ങി. ആ കവറിൽ ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു. എല്ലാം വില കൂടിയ മിഠായികളായിരുന്നു. സിദ്ധാർത്ഥ് അശ്വിന് വേണ്ടി അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഓർത്തപ്പോൾ നീലിമയ്ക്ക് അയാൾ താൻ അറിഞ്ഞതിനേക്കാൾ നല്ലവനാണെന്ന് തോന്നി. സ്വന്തം മകനെ പോലെയാണ് സിദ്ധാർത്ഥ് അശ്വിന്റെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നത്. ഇനി ഒരു പക്ഷേ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അശ്വിനെ സിദ്ധാർത്ഥ് നന്നായി നോക്കുമെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അല്ല, ശരിക്കും ഇങ്ങേര് നായകനാണോ അതോ വില്ലനാണോ? ഏയ്, എന്തായാലും വില്ലനല്ല. പക്ഷേ ഇയാളുടെ സ്വഭാവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ, നീലിമ മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് അവളെയൊന്ന് നോക്കിയ ശേഷം മുറിയിലേക്ക് കയറിപ്പോയി. അവൻ കുളിച്ചിറങ്ങി തിരികെ വരുമ്പോഴേക്കും മല്ലിക ഭക്ഷണം ടേബിളിൽ എടുത്തു വെച്ചിരുന്നു. നിങ്ങളൊക്കെ കഴിച്ചോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അച്ചു കഴിച്ചു, നീലിമ സിദ്ധുമോ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞത്, മല്ലിക പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. അവൾക്ക് ആകെ ചമ്മല് പോലെ തോന്നി. സിദ്ധാർത്ഥ് ഇപ്പോൾ തന്നോട് ചൂടാവുമെന്ന് അവൾ ഊഹിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. തനിക്ക് വിശന്ന കഴിച്ചോണോ, എന്നെയെന്നല്ല ആരെയും കാത്തിരിക്കണ്ട, സിദ്ധാർത്ഥ് സൗമ്യമായി പറഞ്ഞു. നീലിമ അതിന് മറുപടി പറഞ്ഞില്ല. എന്നാ വാ കഴിക്കാം, മല്ലികാമ ഇരിക്കൂ, സിദ്ധാർത്ഥ് അവളെയും മല്ലികയും നോക്കി പറഞ്ഞു. നീലിമ അവന്റെ അടുത്തുള്ള കസാരയിൽ ചെന്നിരുന്നു. അവർക്കെല്ലാം ഭക്ഷണം വിളമ്പിയ ശേഷം മല്ലികയും കഴിക്കാനിരുന്നു. അല്ല, അച്ഛന് സ്കൂൾ ഇഷ്ടായോ? സിദ്ധാർത്ഥ് ചോദിച്ചു. കുഴപ്പമില്ലെന്ന് അവൻ പറഞ്ഞത്, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് വളരെ സ്നേഹത്തോടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം അവൾക്ക് അത്ഭുതമാണ്. കാരണം തന്റെ മകനെ ഇങ്ങനെ നോക്കേണ്ട ഒരു കാര്യവും സിദ്ധാർത്ഥിനില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. മോനെ സിദ്ധു, നാളെ അച്ഛന്റെ ഒപ്പം നിങ്ങൾ രണ്ടുപേരും പോകണം, മല്ലിക പറഞ്ഞു. അതെന്തിനാ മല്ലികാമേ? നീലിമ ചോദിച്ചു. കുഞ്ഞിനെ ഡാഡി സ്കൂളിൽ വിടാഞ്ഞതുകൊണ്ട് നല്ല വിഷമമുണ്ട്. അവരെന്നോട് അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു, അതാ ഞാൻ പറഞ്ഞേ, മല്ലിക പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. അവൾ അവനോട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഉറങ്ങാൻ കിടന്നിരുന്ന അശ്വിൻ എഴുന്നേറ്റ് അവിടേക്ക് വന്നു. ഡാഡി, അശ്വിൻ വിളിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി. ഉറങ്ങിയില്ല അച്ചു? നീലിമ ചോദിച്ചു. ഞാൻ ഡാഡിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഉണർന്നതാ. മോൻ ഫുഡ് കഴിച്ചോ? അശ്വിൻ പറഞ്ഞു. പിന്നെ അവൻ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പരുങ്ങി നിന്നു. അവൻ എന്തോ പറയാനുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി.
എന്താ അച്ചു, മോൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് പിന്നെ ഡാഡി. ക്ലാസ്സിൽ ഇന്ന് എല്ലാവരും അവരുടെ ഡാഡിയാണ് സ്കൂളിൽ കൊണ്ടുപോയത്. നാളെ ഡാഡി വരോ എന്റെ കൂടെ? അശ്വിൻ ചോദിച്ചു. അച്ചു, ഡാഡിക്ക് കുറെ ജോലിയുള്ളതല്ലേ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീലിമ അല്പം ശബ്ദം ഉയർത്തി പറഞ്ഞു. അത് കേട്ട് അശ്വിൻ മല്ലികയുടെ അടുത്തേക്ക് ചെന്ന് അവരോടൊപ്പം ഇരുന്നു. അവൻ പിണങ്ങിയതാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. സിദ്ധാർത്ഥ് ഇപ്പോൾ തന്നെ അവന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ അയാളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുതെന്നേ നീലിമയ്ക്കുണ്ടായിരുന്നുള്ളൂ. അവനെ വഴക്ക് പറയണ്ട, നാളെ ഞാനും വരാം തന്റെ കൂടെ, സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു. അത് കേട്ട് അശ്വിന് ഭയങ്കര സന്തോഷം തോന്നി. അവൻ ഓടിച്ചെന്ന് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു. നീലിമയ്ക്ക് അത് കണ്ട് സന്തോഷം തോന്നി. പിറ്റേ ദിവസം അശ്വിനെയും കൂട്ടി സിദ്ധാർത്ഥ് നീലിമയ്ക്കൊപ്പം സ്കൂളിൽ ചെന്നു. ബാച്ചിലർ ആയിരുന്ന സിദ്ധാർത്ഥിന്റെ കൂടെ ഒരു സുന്ദരിയായ യുവതിയും മകനും സ്കൂളിലേക്ക് വരുന്നത് കണ്ട പലരും അമ്പരപ്പോടെ ഒന്ന് നോക്കി. സിദ്ധാർത്ഥ് ആരെയും കൂസാതെ അശ്വിനെയും എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. നീലിമ അവന്റെ പിറകിലും. കുഞ്ഞിനെ അവന്റെ ക്ലാസ് റൂമിൽ കൊണ്ടുവിട്ട ശേഷം സിദ്ധാർത്ഥ് നീലിമയെ അവളുടെ ഓഫീസിൽ കൊണ്ടു ചെന്നാക്കി. എന്നിട്ട് ഓഫീസിലേക്ക് മടങ്ങി. നീലിമ ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ അവിടെ കുറച്ചു പേർ സൗര്യയെ പരിഹസിച്ച് സംസാരിക്കുന്നതാണ് കണ്ടത്. നിന്റെ പുതിയ ഗൈഡ് ആളൊരു മിടുക്കിയാണെന്ന് കേട്ടല്ലോ, നിന്റെയൊക്കെ ഒരു യോഗം. ആ കമ്പനിയുടെ മോഡലുകളിൽ ഫേമസ് ആയിട്ടുള്ള ധ്യാൻ പറഞ്ഞു. അവൾ ഇവനെ അവളുടെ ടീമിലേക്ക് കിട്ടാൻ വേണ്ടി സാമലക് സാറിനോട് വരെ വഴക്കിട്ടെന്നാ കേട്ടത്. ധ്യാൻ വീണ്ടും പറഞ്ഞു. കേട്ടോ ധ്യാൻ, ഇവനല്ലെങ്കിലും ആര് കണ്ടാലും ഒന്ന് ടീമിലെടുക്കാൻ തോന്നും. നമ്മുടെ സാംസാറ് തന്നെ കൂടെ നിർത്തിയത് ഇവന്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ, അല്ലാതെ എന്ത് കഴിവുണ്ടവന്? വേറെ ഒരുത്തൻ ചോദിച്ചു. ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു സൂര്യ. നീലിമയ്ക്ക് അവരുടെ സംസാരം കേട്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. അവൾ ഉടനെ അവിടേക്ക് കടന്നു വന്നു. അവളെ കണ്ടപ്പോൾ അവർ സംസാരം നിർത്തി. സൂര്യയുടെ പുതിയ ഗൈഡ് അവളാണെന്ന് അവർക്ക് മനസ്സിലായി. നീലിമയ്ക്ക് അവിടുത്തെ എല്ലാ എംപ്ലോയീസിനെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്താ ധ്യാനിനറിയേണ്ടത്? എന്നോട് ചോദിച്ചോളൂ, നീലിമ പരിഹാസം പോലെ പറഞ്ഞു. അവളെ കണ്ടപ്പോൾ സൂര്യയ്ക്ക് ആശ്വാസമായി. ധ്യാൻ നിന്ന് പരിങ്ങി. അല്ല ധ്യാൻ, ഇവനെ കളിയാക്കും മുമ്പ് നിന്റെ യോഗ്യത എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നീലിമ ചോദിച്ചു. ധ്യാൻ അത് കേട്ട് തല താഴ്ത്തി. ഒരു കഴിവില്ലാത്ത നീ എന്ത് ചെയ്തിട്ടാവും സാമലക്സിന്റെ ഇഷ്ടക്കാരനായതെന്നൊക്കെ ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ ആ നീ ഇവനെ ജഡ്ജ് ചെയ്യാനായിട്ടില്ല. നീലിമ പറഞ്ഞത് കേട്ട് മുഖത്തടിയേറ്റതുപോലെ ധ്യാൻ തരിച്ചു നിന്നുപോയി.